കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 10 ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമില്ല, നമ്മളൊരു ബാക്കപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണോ, അതുകൊണ്ട് ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി ഒന്ന് സബ് ചെയ്തിട്ട് തിരിച്ച് ഈ വീഡിയോ കാണാൻ വരിക. ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കടന്ന് എന്തായാലും ഉറപ്പെടുത്തണം. എന്നിട്ട് ഇതുപോലത്തെ വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇനി അധികം ഒന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് നേരെ വീട്ടിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഈനോജിന്റെ പക്ഷിയിൽ കയറി അവരെല്ലാരും പുറത്തേക്ക് പോകുവാണ്. നമ്മുടെ ജൂറ പറയുന്നുണ്ട് അവർക്ക് എന്തായാലും നമ്മളെ ഔട്ട് റൺ ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഡാമേജസ് ഒക്കെ ഒഴിവാക്കാൻ അവർ വില്ലേജിന്റെ പുറത്തേക്കാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ കൊണോഹമോറ ടീം അവിടേക്ക് വരുന്നുണ്ട്. ലോഡേറ്റ് ട്രസ്പാസേഴ്സ് എന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്, പക്ഷേ ടീം 10 എന്റെ കൂടെ ഇല്ല. നീ പേടിക്കണ്ട, അവർ പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ ടാർഗറ്റ് നമ്മുടെ ഹിമവാരിയാണ്. സെൻസറി യൂണിറ്റ് എത്രയും പെട്ടെന്ന് അവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് ബാക്കപ്പ് കൊടുക്കാൻ നോക്ക്. ഇതേ സമയത്ത് കവാക്കി ഞെട്ടുന്നുണ്ട്. എന്ത് ഹിമവാരി? കവാക്കി തൽക്കാലം നീ ബൊറൂട്ടനെ വിട്ടിട്ട് അവന്മാരുടെ അടുത്തേക്ക് പോകും. ബൊറൂട്ടയ്ക്കോ അത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അവിടെ അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും. ഹിമവാരിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് അവനോട് വേണ്ടായിരുന്ന പറയാം. എന്നിട്ട് കവാക്കി അവിടേക്ക് പറന്നു പോകുവാണ്. അപ്പൊ നമ്മുടെ ഷിക്കമാർ ബൊറൂട്ടോയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയ മൈനർ ആയിട്ടുള്ള പ്രശ്നം മാത്രം. അപ്പൊ നമ്മുടെ ജൂറയുടെ ഹിഡാരി ചോദിക്കുന്നുണ്ട്, ജൂറ എന്തിനാണ് ഇവരെപ്പോഴും നമ്മളെ ഇന്റർഫിയർ ചെയ്യുന്നത്? നീ ഇപ്പൊ എന്നോട് ചോദിച്ച ആ ഒരു ടോണില്ലേ, ആ ടോണിൽ തന്നെ നീ അവന്മാരോട് ചോദിച്ചു നോക്ക്. ഞാനിതല്ല ഹിമവാരിയുടെ പുറകിലേക്ക് പോകുവാണ്. സോ ഞാനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ബിസിനസ് ഉള്ളത്? എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പുറകെ വരുന്നത്? സെൻസറി യൂണിറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? 2 ട്രസ്പാസേഴ്സ് ഉണ്ടെന്നല്ല പറഞ്ഞ, അതിലൊരാൾ ഊച്ചിഹ സാസ്കയാണ്. പക്ഷേ അവർ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല. നിന്റെ ഫ്രണ്ടിലുള്ളത് ഊച്ചിഹ സാസ്ക തന്നെയാണ്. നീ എന്താണ് പൊട്ടനാണോ? ഞാൻ പറയുന്ന ഒന്നും നിനക്ക് കേൾക്കാൻ മേലെ. പെട്ടെന്ന് അവിടെ നമ്മുടെ സാർദ വരുന്നുണ്ട്. അവളെ കാണാൻ നേരത്തെ തന്നെ അവിടെ നിന്ന് പുള്ളിക്കാരൻ അപ്രത്യക്ഷനായിട്ട് സാർദയുടെ പുറകെ കുറച്ചധികം ക്ലോ മാർക്സ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ പുറകെ കൂടെ അവൾക്കൊരു അറ്റാക്കും ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ അറ്റാക്ക് ചിഡോറിയായിരുന്നു. അത് അവൾ തന്നെ ഷറിങ്ങാൻ യൂസ് ചെയ്ത് ഡോഡ്ജ് ചെയ്തിട്ട് അപ്പൊ തന്നെ തിരിച്ച് അവളുടേതായ ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. അതും അവൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ചിഡോറി തന്നെയായിരുന്നു. ആ ഒരു അറ്റാക്ക് നമ്മുടെ ഹിഡാരയുടെ മേത്ത് കൊണ്ട് പുള്ളിക്കാരൻ താഴത്തേക്ക് വീഴുന്നുണ്ട്. അവനിപ്പോ ചെയ്ത അറ്റാക്ക് ചിഡോറിയാണ്. ഞാനും അച്ഛനും ചെയ്യുന്ന പോലെ തന്നെ. സത്യം പറ, ആരാണ് നീ? അതെ, കുറമ്മ അല്ലെങ്കിൽ 9 ഡേയ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. പക്ഷെ അതല്ല ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. നീ എന്റെ അച്ഛന്റെ ഉള്ളിലുണ്ടായിരുന്നല്ലേ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ല, ഞാനിപ്പോ എവിടെയാണുള്ളത്? നീ ഇപ്പോൾ ഉള്ളത് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു പാലുള്ള സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കും. കാര്യം ഞാനും നീയും ഒരു ശരീരവും ഒരു സോളും ആണ്. ഇതേ സമയം തന്നെ ജൂറ അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. എന്തുവാണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ പ്രീവിയസ് സെൽഫ് നിന്റെ അച്ഛനായ നാറുട്ടോ ഊസുമാക്കിയുടെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു യുദ്ധത്തിന്റെ ഇടയ്ക്ക് എന്റെ ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഞങ്ങൾ ബിജുവിനും മരണമെന്ന് പറയുന്നത് ഒരു അവസാനമല്ല. എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് ജീവനോടെ വരാൻ സാധിക്കും. പക്ഷെ അത് എത്ര നാളെടുക്കുമെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. ഒന്നെങ്കിൽ നീ ജനിച്ചപ്പോൾ എന്റെ ഒരു അംശം ചാക്ര നിന്റെ ശരീരത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഹ്യൂഗ ബ്ലഡും ഉസുമക്കി ബ്ലഡിന്റെ ഡെസ്റ്റിനി തന്നെയായി. എന്തായാലും സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനി മുന്നേറാനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ തന്നെ നമ്മുടെ ഹിമവാരി പറയുന്നുണ്ട്, കുറമ നൈസ് ടു മീറ്റ് യു, ഞാനാണ് ഉസുമക്കി ഹിമവാരി. അതാണ് എന്റെ കൊച്ചെന്ന് പറയാൻ നേരത്ത് വീണ്ടും ഹിമവാരി തന്റെ കോൺഷ്യസിലേക്ക് തിരിച്ചു വരും. പുള്ളിക്കാരി നോക്കാൻ നേരത്ത് ജൂറ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ട്. കുറമ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യും. അവൻ അടുക്കാറി പെട്ടെന്ന് തന്നെ ജൂറ പുള്ളിക്കാരി നേരത്തെ ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് അറ്റാക്കും ചെയ്യുന്നുണ്ട്. ആ പക്ഷിയുടെ കൈ പോയി അവർ നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്യും. ചോച്ചോ അവരെയും കൊണ്ട് താഴത്തേക്ക് വീണ് ആർക്കും വലിയ ഡാമേജ് ഒന്നും പറ്റാതെ രക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ലൊരു ടീമാണ്. നിങ്ങളുടെ കോർഡിനേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഫെയ്ത്ത് ഒക്കെ ചൂസും ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അവൾ കിടന്ന് കുറുമെന്ന് കാണാൻ നേരത്ത് കുറമ പറയുന്നുണ്ട്, കൊച്ചെ ഞാനൊരു കാര്യം പറയാം, നിനക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്റെ പവേഴ്സും ശക്തിയും എല്ലാം നിന്റെ ഉള്ളിലുണ്ട്. നിനക്ക് മാത്രമേ അത് കൺട്രോളും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ബാക്കിയുള്ളവരെ വെച്ച് നോക്കാൻ നേരത്ത്, എന്തിനേറെ നാറൂട്ടോനെ വെച്ച് നോക്കാൻ നേരത്ത് നീ ഞാനുള്ള ചാക്ര അഫിനിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നീ ആദ്യം നിന്നെ തന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ അത്ര നല്ലതായിരിക്കത്തില്ല. ഇത് കേട്ടതും പുള്ളിക്കാരി തന്നെ ധൈര്യം സംഭരിച്ച് നേരെ ജൂറയുടെ നേരെ അറ്റാക്കിന് വേണ്ടി പോകുന്നുണ്ട്. അവൾ കയറി ഇവനെ ചവിട്ടാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ കാല് തന്നെ അവൻ ഒടിച്ചു കളയും. വേദന കൊണ്ട് ഹിമവാരി കിടന്ന് കാറുവാണ്. ഇത് കാണാൻ നേരത്ത് ഈനോജിനെ സഹിക്കത്തില്ല. പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അറ്റാക്ക് വളരെ സിമ്പിൾ ആയിട്ട് ജൂറ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അതേസമയം ഹിമവാരിനെ പുള്ളിക്കാരൻ ഒരു ട്രീൻ്റെ അടുത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് ഈനോജി നേരെ വന്ന് അവനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവനെ ചവിട്ടി താഴ്ത്തി, എന്നിട്ട് ആ ട്രീ അവന്റെ ശരീരത്തിലൂടെ കുത്തിക്കറ്റും. ഇതെല്ലാം നമ്മുടെ ഹിമവാരി കണ്ടിരിക്കുകയാണ്. ഹിമവാരിയുടെ കണ്ണുകൾ പതുക്കെ നിറയാനും തുടങ്ങും. ആരും തന്നെ പ്രതീക്ഷിക്കാതെ അവിടെ ഒരു സംഭവം ഉണ്ടാകും. അതായത് നമ്മുടെ ഹിമവാരിയുടെ ട്രീ ഉണ്ടല്ലോ, ആ ട്രീ പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചു. ജൂറ തിരിഞ്ഞ് നോക്കാൻ നേരത്ത് നമ്മുടെ കുഷീന മോടി നിൽക്കുന്ന ഹിമവാരിനാണ് കാണാൻ സാധിക്കുന്നത്. ചോച്ചോയും ബാക്കിയുള്ളവരെ എല്ലാവരും തന്നെ ഈ ഒരു സംഭവം കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ കുർമ്മ പറയുന്നുണ്ട്, അവസാനം നിനക്കത് മനസ്സിലായല്ലേ ഹിമവാരി, ഇനി നമുക്കൊരു കൈ നോക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും നമ്മുടെ സെക്കൻഡറി ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കണം. കാര്യം ഈ ഒരു ചാനൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിലായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത്.